ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്ന് നമ്മൾ രാവിലെ ചായക്ക് പലഹാരം വെള്ളയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് നല്ല വെള്ള ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള സാധാ ചട്നിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ദോശയൊക്കെ തിന്നിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് നല്ല തേങ്ങ അരച്ചൊരു മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. പിന്നെ മീൻ ഫ്രൈ ആക്കണമുണ്ട്, ബീൻസ് ഉപ്പേരി ഉണ്ട്. അപ്പോൾ നമുക്ക് മീൻ കറി എങ്ങനെ വെക്കണം നോക്കിയാലോ. അപ്പോൾ ഉലുവ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും പിന്നെ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. അപ്പോൾ മല്ലിപ്പൊടി അങ്ങനെ 1 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് തേങ്ങ അരച്ച് വെക്കൊണ്ടാണ് കേട്ടോ. മുളക് കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ 1/2 ടീസ്പൂണൊക്കെ ചേർക്കുള്ളൂ. തേങ്ങ അരക്കുമ്പോൾ പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണം, അപ്പോഴുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ വാളംപുളി കുതിരാൻ വെച്ചിരുന്നു, ഞാൻ അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതാ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഇനി അതിൽ നമ്മൾ കുറച്ച് വിനാഗിരിയും കല്ലുപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു കളർ നിങ്ങളൊന്ന് നോക്കുകൊണ്ടു. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഏത് മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് വെക്കൊണ്ടു. പിന്നെ ആ മീൻ നല്ല ഫ്രഷ് ആക്കാരം, നമുക്കൊരു പച്ചമണം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി മീനൊക്കെ കഴുകുമ്പോൾ അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് ആ ഉളുമ്പ് വാസന ഉണ്ടാവില്ല പിന്നെ കഴിക്കുമ്പോൾ ഒന്നും കേട്ടോ. പിന്നെ ഞാൻ ഈ മുക്കി വയ്ക്കുന്നത് എന്താണെന്ന് പറയാൻ, എൻ്റെ മകള് മീനിട്ട ചാറ് കൂട്ടില്ല കേട്ടോ, മീൻ തന്നെ കൂട്ടില്ല. അപ്പോൾ അതിന് ലേശം കറി മുക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് മീനില്ലാത്ത മീൻ കറി നല്ല ടേസ്റ്റാട്ടോ. ഞാൻ ചില സമയത്തൊക്കെ അങ്ങനെ വെക്കലുണ്ട്, മീനില്ലാതെ ഇതുപോലെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് വെക്കലുണ്ട്. അപ്പം നമ്മൾ തേങ്ങ ഒഴിച്ചെടുത്ത് തിളച്ചിട്ടാണ് മീൻ ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾക്ക് കുറച്ച് മത്തി ഫ്രൈ ആക്കി എടുക്കും കൂടിയും ചെയ്യാം. അപ്പം അടുപ്പിലാകുമ്പോൾ എളുപ്പം വേഗത്തിൽ പണിയാകും കേട്ടോ. പിന്നെ അടുപ്പിൽ മീൻ പൊരിച്ചത് തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ കറി കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണ്, ചോറിനും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അങ്ങനെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.